സംസ്ഥാനം നിപ ആശങ്കയിലാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിപ ബാധിച്ച് കഴിയുന്ന ഫറോക്ക് സ്വദേശിയുടെ നില അതീവ ഗുരുതരം തന്നെയാണ്. ഇപ്പോഴും വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത്. രോഗലക്ഷണങ്ങൾ കാണിച്ചതു മുതൽ ഇയാൾ സഞ്ചരിച്ച സ്ഥലങ്ങളുടെ റൂട്ട് മാപ്പ് ഇന്നലെ തന്നെ പുറത്തുവിട്ടിരുന്നു. കൂടുതലും ആശുപത്രികളിലും ക്ലിനിക്കുകളിലുമാണ് ഇയാൾ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സമ്പർക്ക പട്ടികയിൽ 58 പേർ ആരോഗ്യ പ്രവർത്തകരാണ് എന്ന പ്രത്യേകതയും. എസ് അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ആരോഗ്യ പ്രവർത്തകർ, സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട ഡോക്ടർ അടക്കം സമ്പർക്ക പട്ടികയിലുണ്ട്. അദ്ദേഹം ക്വാറന്റൈനിലുമാണ്. നിലവിലെ സാഹചര്യം എന്താണ്? അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ എന്തെങ്കിലും പ്രതീക്ഷ വയ്ക്കാൻ കഴിയുന്ന പുരോഗതിയോ എന്തെങ്കിലും സൂചനകളോ ലഭ്യമാവുന്നുണ്ടോ? സജിത്ത്, അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ ഒരു തരത്തിലുമുള്ള പുരോഗതി ഇല്ല എന്നാണ് നമുക്ക് ഡോക്ടർമാരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അദ്ദേഹം വെന്റിലേറ്റർ സഹായത്തോടുകൂടിയാണ് ഇപ്പോഴും അദ്ദേഹത്തിന് ജീവൻ നിലനിർത്താൻ കഴിയുന്നത്. അതുകൊണ്ട് ഒരു വലിയ പ്രത്യാശ എന്ന രീതിയിൽ ആരോഗ്യനില നീങ്ങുന്നില്ല എന്ന് തന്നെ അധികൃതർ വ്യക്തമാക്കുന്നു. പക്ഷേ അദ്ദേഹത്തോട് അടുത്ത് ഇടപഴകിയ ആളുകൾക്ക് കാര്യമായ രോഗലക്ഷണങ്ങൾ ഇതുവരെ പ്രകടമായിട്ടില്ല എന്നതാണ് ആശ്വാസമുള്ള ഒരു കാര്യം. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ 2 കുട്ടികൾ, ഭാര്യ, അച്ഛൻ, അമ്മ എന്നിവരാണ്. അവരെ ഈ കോവിഡ് സ്ഥിരീകരിച്ച ആദ്യ റിസൾട്ട് വന്നപ്പോൾ തന്നെ അവരെ നിരീക്ഷണത്തിലാക്കിയിരുന്നു. അവർക്ക് കാര്യമായൊരു രോഗലക്ഷണങ്ങളൊന്നും തന്നെ പ്രകടമല്ല. ഒപ്പം ഈ കുട്ടികൾ സ്കൂളിലും മറ്റുമൊക്കെ പോയിരുന്നു. അവിടെയുള്ള ചില അടുത്തിടപഴകിയ ആളുകളെയും ഈ നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട്. പക്ഷേ അവർക്കും ഇതുവരെ രോഗലക്ഷണങ്ങൾ പ്രകടമല്ല. പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ അധികം പേരില്ലാത്തതാണ് ഏറ്റവും വലിയ ആശ്വാസമായി മാറുന്നത്. ഒരുപക്ഷെ ഈ പട്ടികയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഈ ആരോഗ്യ പ്രവർത്തകരാണ്. 58ഓളം പേര് ആരോഗ്യ പ്രവർത്തകരാണ്. അതിൽ 2 ആശുപത്രികൾ, ഒരു ക്ലിനിക്കിലും മറ്റൊന്ന് ഒരു സ്വകാര്യ ആശുപത്രിയിലുമാണ് ഏറ്റവും അധികം തവണ അദ്ദേഹം പോയത്. അദ്ദേഹത്തിൻ്റെ സമ്പർക്കത്തിൽ ഏറ്റവും അധികം, അല്ലെങ്കിൽ റൂട്ട് മാപ്പിൽ ഏറ്റവും അധികം ഉള്ളത് ആ ക്രസന്റ് ആശുപത്രി എന്ന ആശുപത്രിയിലേക്കും പിന്നീട് ആസ്റ്റർ മിംസ് എന്ന ആശുപത്രിയിലേക്കുമാണ്. ഇവിടെ 2ഇടത്തും അദ്ദേഹവുമായി ഇടപഴകിയ ഡോക്ടർമാരും മറ്റ് ജീവനക്കാരും ഒക്കെയാണ് ഇപ്പോൾ ക്വാറന്റൈനിൽ കഴിയുന്നത്. അവർക്കൊന്നും ഇതുവരെ ലക്ഷണങ്ങൾ പ്രകടമല്ല എന്നത് വലിയ ആശ്വാസമാണ്. അതുകൊണ്ട് വലിയ ഒരു രീതിയിലേക്ക് ഇത് പരന്നിട്ടില്ല എന്നൊരു പ്രതീക്ഷ തന്നെയാണ് ആരോഗ്യവകുപ്പ് പങ്കുവെക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില കൃത്യമായി തന്നെ നിരീക്ഷിച്ച് മുന്നോട്ട് പോവുകയാണ് ഡോക്ടർമാരടങ്ങുന്ന സംഘം. അതാണ് സാഹചര്യം. നിപ സംബന്ധിച്ച ആശങ്ക സംസ്ഥാനത്ത് തുടരുകയാണ്. തിരുവനന്തപുരത്തും ഷിഗല്ല സ്ഥിരീകരിച്ചതോടെ ജില്ലയിൽ കൂടുതൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ വ്യാപകമാക്കുന്നതിൻ്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തനങ്ങളും കുടിവെള്ള സ്രോതസ്സുകളിലെ ക്ലോറിനേഷൻ, തട്ടുകടകൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിലെ ശുചിത്വം ഉറപ്പാക്കുന്ന അടക്കമുള്ള നടപടികൾ വ്യാപകമാക്കുകയാണ്. ജില്ലയിൽ നിലവിൽ 6 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. രോഗബാധ ഉള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമായി ഇപ്പോഴും തുടരും. സാരംഗ് സുധാകരനുണ്ട്. സാരംഗ്, സംസ്ഥാനത്ത് ഇപ്പോൾ ഏറ്റവും അധികം രോഗികളുള്ള ഇടം തിരുവനന്തപുരമാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്ന പരിശോധനയുണ്ട്. ഒപ്പം തന്നെ കൂടുതൽ ഇടങ്ങളിലേക്ക് പരിശോധനകളും മറ്റ് സാഹചര്യങ്ങളും നിരീക്ഷിക്കുന്നുണ്ടോ? സജിത്ത്, തിരുവനന്തപുരത്തെ സാഹചര്യം നിലവിൽ ഇപ്പോൾ രോഗബാധ സ്ഥിരീകരിച്ചവരിൽ കാര്യമായ ഗുരുതരാവസ്ഥ ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, വയനാട്ടിലെ സ്ഥിതിഗതികൾ, അല്ലെങ്കിൽ വയനാട്ടിലെ സ്കൂളിലെ കിണറുകളിൽ ഈ ഷിഗല്ലയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു. അതുപോലെ ഇവിടെ തിരുവനന്തപുരത്ത് രോഗബാധ ഉറവിടം എവിടെ നിന്നാണ്, ഏത് രീതിയിലാണത് പടർന്നതെന്ന കാര്യത്തിൽ ആരോഗ്യവകുപ്പ് ഇപ്പോൾ പരിശോധന നടത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനൊപ്പം തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങളും അടക്കം സജീവമാക്കിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് തന്നെ കിണറുകളിലും മറ്റും ക്ലോറിനേഷനും ഒപ്പം തട്ടുകട അടക്കമുള്ള ഇത്തരത്തിൽ, അതായത് വൃത്തിഹീനമായി നിൽക്കുന്ന എല്ലാ ഭാഗങ്ങളും ശുചീകരിക്കുന്നതിന് വേണ്ടി കോർപ്പറേഷനുമായി ചേർന്നുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു തന്നെയാണ് ആരോഗ്യ വിഭാഗം അറിയിക്കുന്നത്. അതിനൊപ്പം തന്നെ കുട്ടികളിൽ ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങളുള്ള കുട്ടികളെ ഉടൻ തന്നെ അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ ചികിത്സ ഉറപ്പാക്കണമെന്ന നിർദ്ദേശവുമുണ്ട്. കാരണം ഇപ്പോൾ മറ്റ് പല അസുഖങ്ങളും, പനി അടക്കമുള്ള അസുഖങ്ങൾ വലിയ രീതിയിൽ പടർന്നു പിടിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഇത് സാധാരണ പനിയാവാനും, അല്ലെങ്കിൽ ഈ ഒരു രോഗലക്ഷണങ്ങൾ മറ്റ് പല രോഗലക്ഷണവുമായി ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെ സ്വയം ചികിത്സ നടത്തരുത് എന്ന് തന്നെ ഇപ്പോൾ ആരോഗ്യ വിഭാഗം കൃത്യമായി അറിയിക്കുന്നുമുണ്ട്. ഇതിനാലും മഴ തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ പേരിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു രോഗം കൂടുതൽ കുട്ടികളിലേക്ക് എത്തുന്നതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. അതിനുവേണ്ട പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കോർപ്പറേഷനും ഒപ്പം ആരോഗ്യ വിഭാഗവും അറിയിക്കുന്നത്. എന്തിനായാലും വരും ദിവസങ്ങളിലും ഈ പ്രതിരോധ പ്രവർത്തനങ്ങളും ഒപ്പം ഈ ഒരു രോഗം കൂടുതൽ പേരിലേക്ക്, അല്ലെങ്കിൽ കൂടുതൽ കുട്ടികളിലേക്ക് പടരാതിരിക്കാനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ സജീവമാക്കും എന്ന് തന്നെയാണ് അറിയിക്കുന്നത്. സജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും ഷിഗല്ല മറ്റൊരു വെല്ലുവിളി ഉണ്ടാക്കിയാണ്. വയനാട്ടിൽ ഷിഗല്ല പ്രതിരോധ നിയന്ത്രണ പ്രവർത്തനങ്ങൾ ജില്ല മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ്. ജില്ലയിൽ 9 കുട്ടികളിലാണ് ഇതുവരെ പോസിറ്റീവായത്.
കൊല്ലം ജില്ലയിലെ 2 വിദ്യാർത്ഥികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. പരവൂർ പാലത്തറ മേഖലയിൽ വിദ്യാർത്ഥികൾക്കാണ് രോഗം പിടിപെട്ടത്. ഇവരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.